രാജീവ് ഗാന്ധി മിസ്റ്റർ ക്ലീൻ അല്ല, ആണെന്ന് ധരിച്ച് അദ്ദേഹം മുന്നോട്ട് പോയപ്പോഴാണ് അദ്ദേഹത്തെ പൂട്ടാൻ ഒരു പെൺപുലി തന്നെ വന്നത്. എന്താണ് സാർ ആ സംഭവം? അത് 1984 രാജീവ് ഗവൺമെൻറ്, അത് ഇന്ദിരാഗാന്ധിയുടെ പിന്നെ അസാസിനേഷന് ശേഷം വന്ന തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെൻറ്റായിരുന്നു. ഇന്ത്യൻ ഡെമോക്രസിയിൽ ഏറ്റവും കൂടുതൽ പാർലമെൻറ്റ് അംഗങ്ങളെ കോൺഗ്രസ്സിന് സമ്മാനിച്ച ഒരു തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന രാജീവ് ഗാന്ധി ഇന്ത്യയെ നയിക്കാൻ ഒരു ആധുനിക കാഴ്ചപ്പാട് പുലർത്തി. കമ്പ്യൂട്ടർവൽക്കരണം, 21ാം നൂറ്റാണ്ടിലേക്ക് ഇന്ത്യയെ നയിക്കാൻ പദ്ധതികളും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഡൂൺ സ്കൂൾ ഫ്രണ്ട്സിനെ പലരെയും ഭരണത്തിൻ്റെ പങ്കാളികളാക്കി ആണ് മുന്നോട്ട് പോയത്. മിസ്റ്റർ ക്ലീൻ എന്നൊരു ഇമേജ് അദ്ദേഹം വളരെ പെട്ടെന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ നേടുകയും ചെയ്തു. മാധ്യമങ്ങളുടെ എല്ലാം വലിയൊരു പിന്തുണ. ഒരു ആധുനിക മനുഷ്യൻ, താരതമ്യേന ഒരു യുവാവ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. അതൊരു പുതിയ കാര്യമായിരുന്നു. അങ്ങനെ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തിനകത്ത് ഏറ്റവും മികച്ച ഒരു ടീമായിരുന്നു പ്രണബ് മുഖർജി, പി വി നരസിംഹറാവ്, പി വിശ്വനാഥ് പ്രതാപ് സിംഗ് തുടങ്ങി അരുൺ നെഹ്റു, പിന്നെ ഡൂൺ സ്കൂളിൻ്റെ ആളുകളെല്ലാം. അന്നത്തെ ആ മന്ത്രിസഭയിലെ ഒരു അംഗമായിരുന്നു കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഗവൺമെൻറ് പെട്ടെന്ന് സ്റ്റോക്ക്ഹോമിൽ സ്വീഡിഷ് റേഡിയോയുടെ ഒരു അനൗൺസ്മെൻറ്റിൽ ഞെട്ടിപ്പോയി. സ്വീഡനിൽ നിന്ന് റേഡിയോ പ്രഭാഷണത്തിൽ വന്നത്, റേഡിയോ വാർത്തയായി വന്നത്, അവിടുത്തെ ബോഫോഴ്സ് കമ്പനി ഇന്ത്യക്ക് വിറ്റ ബോഫോഴ്സ് തോക്കിടപാടിൽ ഇന്ത്യയിലെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നായിരുന്നു. ഇന്ത്യയിലെ ഭരണവുമായി ബന്ധപ്പെട്ട ഉന്നതരായ നേതാക്കൾ ബോഫോഴ്സ് ഇടപാടിൽ കൈക്കൂലി കൊടുത്തിട്ടാണ് തോക്ക് സ്വന്തമാക്കിയത്. അപ്പോൾ കൈക്കൂലി കൊടുക്കുന്ന ഒരു വ്യവസ്ഥ അവിടെ അത് സ്വീഡനിലെ ധാർമ്മിക രാഷ്ട്രീയത്തിനും വലിയ ഭീഷണിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഓലോഫ് പാം എന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണ് സ്വീഡിഷ് പ്രൈം മിനിസ്റ്റർ. ഇദ്ദേഹത്തിൻ്റെയും രാജീവ് ഗാന്ധിയുടെയും സൗഹൃദത്തിൻ്റെ തണലിലാണ് ഈ ബോഫോഴ്സ് ഇടപാട് നടന്നത്. ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് വേണ്ടി വാങ്ങിയ തോക്കായിരുന്നു ബോഫോഴ്സ് തോക്കുകൾ. ഇത് വാങ്ങിയതിന് കമ്മീഷൻ കൊടുക്കുന്ന ഒരു രീതി ബോഫോഴ്സ് കമ്പനിക്കുണ്ട്. ഒരു ചെറിയ കമ്മീഷൻ കൊടുക്കും ആ ഇടപാടിൽ, ആർക്കും കൊടുക്കും. പക്ഷേ ഇത് വലിയൊരു എമൗണ്ട്, അത് ആ തോക്കിടപാടെന്ന് പറയുന്നത് $1.3 ബില്യൺ അപ്പോൾ അതിൻ്റെ കമ്മീഷൻ വലിയൊരു എമൗണ്ടാണ്. അപ്പോൾ അത് അവിടെ സ്വീഡനിലെ ബാങ്കിൽ ഇന്ന് നേരിട്ട് പറ്റുകയോ അവർക്ക് വാങ്ങിക്കൊണ്ട് പോവുകയോ ചെയ്യുന്നതിന് നിയമപരമായ തടസ്സമൊന്നുമില്ല. പക്ഷേ ഈ കമ്മീഷൻ തുക ഒരു വലിയ തുകയാണ്. അത് സ്വീഡിഷ് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന സ്വിസ് ബാങ്കിലേക്ക് മാറ്റി. കമ്മീഷൻ നേരിട്ട് പോകുന്നതിന് പകരം സ്വിസ് ബാങ്കിലെ ഏതോ ഒരു രഹസ്യ അക്കൗണ്ടിലേക്ക് മാറ്റി. അത് മിഡിൽമെൻ ആ ഇടപാടിനുണ്ടായിരുന്നു. മിഡിൽമെൻ ഉണ്ടാകുകയും പണക്കൈമാറ്റം രഹസ്യമായി നിർവഹിക്കപ്പെടുകയും ചെയ്യുന്നത് വഴി അതൊരു അഴിമതി സ്കാമായി തീരുകയാണ്. അതായിരുന്നു റേഡിയോയുടെ അനൗൺസ്മെൻറ്റിൻ്റെ അന്തസത്ത. ഇത് ശ്രദ്ധിച്ച സ്റ്റോക്ക്ഹോമിലിരുന്ന് ഇത് ശ്രദ്ധിച്ച ചിത്ര സുബ്രഹ്മണ്യം എന്ന പത്രപ്രവർത്തക ഇതിൻ്റെ നിജസ്ഥിതി, ഏത് ഇന്ത്യൻ നേതാവാണിത് എന്ന് അന്വേഷിക്കാനും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ശ്രമം നടത്തി. അവരന്വേഷിച്ച് വന്നപ്പോൾ അവർക്കൊരു രഹസ്യ ഫോൺ നമ്പറാണ് കിട്ടിയത്. ആ ഫോണിൽ അവർ വിളിച്ചപ്പോൾ ഒരാളെടുത്തു. അയാൾ അവർക്ക് ഒരു സാവകാശ സമയം ചോദിച്ചു. ആ സാവകാശ സമയത്തിനിടയിൽ അദ്ദേഹം ഈ വിളിച്ച ചിത്ര സുബ്രഹ്മണ്യം ആരാണെന്ന് അന്വേഷിച്ചു. അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരെന്തിനാണ് ഇത് തിരക്കുന്നത്, ആ ആൾ ഇവർ അപകടകാരിയല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒരു പത്രപ്രവർത്തക ആണ് എന്ന് സ്ഥിരീകരിച്ച ശേഷം അദ്ദേഹം അവരെ തിരിച്ചു വിളിക്കുകയും അങ്ങനെ അതിൻ്റെ രേഖകളെല്ലാം മറ്റൊരു മധ്യവർത്തി വഴി ഇവർക്ക് കൈമാറുകയും ചെയ്തു. അപ്പോൾ ഈ രേഖകളെല്ലാം കിട്ടുമ്പോഴും ആ തന്ന ആളാരെന്ന് ഈ ഫോൺ നമ്പരല്ലാതെ ചിത്ര സുബ്രഹ്മണ്യത്തിന് വേറൊരു വിവരമില്ല. അവരതാണ് ഹിന്ദു പത്രത്തിലൂടെ
ഇന്ത്യയിൽ അത് വെളിപ്പെടുത്തിയത്. ഇന്ത്യയിലെ ഈ സ്റ്റോക്ക്ഹോമിലെ ബോഫോഴ്സ് ഇടപാടിൽ ഇന്ത്യൻ നേതാക്കൾ കൈക്കൂലി രഹസ്യമായി വാങ്ങി സ്വിസ് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു എന്ന സംഭവം പുറത്തു വന്നതോടുകൂടി ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഭയങ്കര കോളുകളൊക്കെ ഉണ്ടായി. രാജീവ് ഗാന്ധിയുടെ മിസ്റ്റർ ക്ലീൻ ഇമേജ് തകർന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ പ്രധാനപ്പെട്ട നേതാക്കൾ അദ്ദേഹത്തോട് പിണങ്ങി. വിശ്വനാഥ് പ്രതാപ് സിംഗ് രാജീവുമായി കലഹിച്ച് മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. അത്ര വരെ വലിയ സംഭവമായി. പ്രതിപക്ഷം ഭയങ്കരമായ കോലാഹലം പാർലമെൻറ്റിൽ. ബോഫോഴ്സ് തോക്കിടപാടിൽ ഇടനിലക്കാരനാര് എന്ന അന്വേഷണം ഇന്ത്യൻ പത്രങ്ങളും ഏറ്റെടുത്തു, വേറെ പത്രങ്ങളും, ഹിന്ദു കൂടാതെ. ഹിന്ദു എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ പേപ്പറായിരുന്നു അതുവരെ. എൻ റാം അതിൻ്റെ എഡിറ്ററായി വന്നപ്പോൾ ആദ്യമായിട്ടാണ് അതിൽ ഒരുപക്ഷെ ഒരു 100 കൊല്ലത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോറി കൊടുക്കുന്നത്. അവർ 3 പ്രാവശ്യം ചെക്ക് ചെയ്തിട്ട് എല്ലാ പത്രങ്ങളിലും വന്നാലും വേണ്ടിയില്ല, അതിനുശേഷം ഉറപ്പാക്കി മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പാരമ്പര്യ സ്വഭാവം ഉള്ള പത്രത്തിൽ ഇതുപോലെ എക്സ്ക്ലൂസീവ് വരാൻ തുടങ്ങി. എൻ റാമും ചിത്ര സുബ്രഹ്മണ്യവും സഹകരിച്ചാണ് ഈ വാർത്തകളെല്ലാം ജനങ്ങളിലെത്തിച്ചത്. തുടർച്ചയായി സ്റ്റോക്ക്ഹോമിൽ നിന്ന് ചിത്ര സുബ്രഹ്മണ്യം ഈ രേഖകളിങ്ങനെ ഹിന്ദുവിലെ ചെന്നൈ ഓഫീസിലെത്തിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ ഉൾക്കിടിലത്തോടെ ഇന്ത്യയിലെ വായനക്കാർ ഉൾക്കൊള്ളുകയായിരുന്നു. ഓരോ വാർത്തയും രാജീവ് ഗാന്ധിയുടെ നെഞ്ചിലാണ് എന്തോ തറച്ചത്. അദ്ദേഹത്തിൻ്റെ മിസ്റ്റർ ക്ലീൻ ഇമേജ് പോയി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് വലിയ അങ്കലാപ്പായി. അപ്പോൾ ഇതേപ്പറ്റി അന്വേഷിക്കാൻ പേരിന് അന്വേഷണം തുടങ്ങി. ഇടനിലക്കാരില്ല എന്ന് ആവർത്തിച്ച് കോൺഗ്രസ് നേതൃത്വം നുണ പറയാൻ തുടങ്ങി. ആ പറയുന്നതെല്ലാം നുണയാണെന്ന് ഓരോ വാർത്തയിലൂടെയും ചിത്ര സുബ്രഹ്മണ്യം തെളിയിച്ചുകൊണ്ടിരുന്നു. അവർ പറയുന്ന ഇതിനെല്ലാം രേഖകൾ പ്രത്യക്ഷപ്പെട്ടു. ഇത് ശരിക്കും ആരാണ് ഈ മിഡിൽ മാൻ? അങ്ങനെയാണ് അന്വേഷിച്ച് ഒക്ടോവിയ കൊക്ട്രോച്ചി എന്ന് പറഞ്ഞൊരാളിൽ എത്തുന്നത്. അയാളൊരു ഇറ്റാലിയനാണ്, സോണിയാഗാന്ധി കുടുംബത്തിൻ്റെ സുഹൃത്താണ്. അയാളാണ് ഇതിൻ്റെ ഇടനിലക്കാരൻ. അങ്ങനെ ഈ പണം എവിടെയാണ് പോകുന്നതെന്നും ആർക്കാണ് എത്തിയതെന്നും ഒക്കെ എല്ലാവരും മനസ്സിലാക്കി. അതാണ് രാജീവ് ഗാന്ധിയുടെ ഒന്നാം ഭരണകൂടത്തിൻ്റെ തകർച്ചയിലേക്കും പിന്നീട് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ പറ്റാത്ത തരത്തിലുള്ള ഒരവസ്ഥാവിശേഷം ഉണ്ടായത്. ഈ ഗ്രൂപ്പിസം മാത്രമല്ല, ഇത്തരത്തിലുള്ള അഴിമതികളും കോൺഗ്രസിനെ വലിയ രീതിയിൽ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുന്ന തരത്തിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലേ? അത് അന്ന് മുതൽ ഈ സംഘടിത അഴിമതി, അത് ഈവൻ രാജീവ് ഗാന്ധി പോലും അതിന് അധീനനല്ല. കാരണം ഒരു മിസ്റ്റർ ക്ലീൻ ഇമേജിലൂടെ അദ്ദേഹത്തിന് മോഡേൺ ഇന്ത്യ 21ാം നൂറ്റാണ്ടിലേക്ക് ഇന്ത്യയെ നയിക്കുന്ന യുവാവ് എന്നായിരുന്നു യൂത്ത് കോൺഗ്രസ്സൊക്കെ അദ്ദേഹത്തെ വാഴ്ത്തിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് ഈ ഇടിവെട്ട് ഉണ്ടായത്, ബോഫോഴ്സ്. അങ്ങനെ ബോഫോഴ്സ് തോക്ക് കഥ പറയാൻ തുടങ്ങുന്നത് ഇന്ത്യയിലെ പത്രങ്ങളെല്ലാം അതെടുത്ത് വെച്ച് പെരുമാറി. ചിത്ര സുബ്രഹ്മണ്യത്തിൻ്റെ സ്റ്റോറിയായിരുന്നു അതിൻ്റെ മുന്നിൽ നിന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമായി മാറി. അതുകൊണ്ട് ആ സംഭവം എല്ലാം കൂടെ ക്രോഡീകരിച്ച് ഈ മാർച്ചിൽ ചിത്ര സുബ്രഹ്മണ്യം എ ജേർണലിസ്റ്റ് പഴ്സ്യൂട്ട് ഓഫ് ട്രൂത്ത് എന്ന പേരിൽ ഒരു പുസ്തകം, അതിൻ്റെ പേര് തന്നെ ബോഫോഴ്സ് ഗേറ്റ് എന്നാണ്, ഒരു പുസ്തകം ഇറക്കുന്നു. ആ പുസ്തകം റിലീസ് ചെയ്യുന്നത് അവർ സ്റ്റിങ് എന്ന പേരിൽ, സ്റ്റിങ് എന്ന ഇൻവെർട്ടർ കൊമയിൽ സ്റ്റിങ് എന്ന രഹസ്യ സോഴ്സിൽ നിന്നാണ് തനിക്ക് ഈ ആശയങ്ങൾ ലഭിച്ചതെന്ന് ആയിരുന്നു പറഞ്ഞത്. ആ സ്റ്റിങ് ആരാണെന്നും ഒക്കെ അവർ പിന്നീട് 2012 വെളിപ്പെടുത്തിയത്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അത് സ്വിറ്റ്സർലൻഡിലെ പോലീസിൻ്റെ തലവനായിരുന്നു ആ സോഴ്സ്. അദ്ദേഹത്തിൻ്റെ മകൾ ഡൽഹിയിലെത്തുന്നു ഈ പുസ്തകത്തിൻ്റെ റിലീസിങ്ങിന് അടുത്ത ആഴ്ചയിൽ. അങ്ങനെയാണ് ബോഫോഴ്സ് ഗേറ്റ് എന്ന പുസ്തകം. അപ്പോൾ കോൺഗ്രസിന് ചിത്ര സുബ്രഹ്മണ്യനോട് വലിയ ബഹുമാനമായിരിക്കും. പിന്നീട് രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നില്ല. ഇതിൻ്റെ രാജീവ് ഗാന്ധി. ഇതിൻ്റെ സ്റ്റോറി അവിടെ അവസാനിക്കുന്നില്ല. സ്വീഡനിലെ പ്രധാനമന്ത്രി ഓലോഫ് പാം സിനിമ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വെടിയേറ്റ് മരിച്ചു.
ഇന്ത്യയിലെ മുൻ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി ശ്രീപെരുമ്പുദൂരിൽ ബോംബ് പൊട്ടിത്തെറിച്ച് ദുരന്ത മരണത്തിനിരയായി. മുൻ പ്രധാനമന്ത്രിയും ഒരു നിലവിലെ പ്രധാനമന്ത്രിയും ഈ സംഭവത്തിൻ്റെ അനന്തര ഫലമായി കൊല്ലപ്പെട്ടു. ഇങ്ങനെ ഒരു ദുരന്തവും കൂടി, ഇങ്ങനെ രണ്ട് ദുരന്തങ്ങളും കൂടി ഈ സംഭവത്തിൻ്റെ അവസാനം ചേർത്ത് വായിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ രാജീവ് ഗാന്ധി മർഡറിൻ്റെ പിന്നിൽ പുലികളാണോ അതോ വേറെ വല്ല പുൽപ്പുലികളാണോ? ആ, കാരണം ഓലോഫാമിൻ്റെ മരണം കൂടി, അസാസിനേഷൻ കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇങ്ങനെ ഉള്ള ദുരന്തം കൂടി നമ്മൾ ഈ കഥയോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. അതും ഒരുപക്ഷെ ചിത്ര തൻ്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തുമായിരിക്കും. കാത്തിരുന്ന് കാണാം.